ഹലോ. അപ്പം ഇന്ന് ഞാൻ പച്ചരിയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് എങ്ങനെ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലി തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾ വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കപ്പില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതി കേട്ടോ. ഒരു 1/4 ഗ്ലാസ് എടുത്താൽ മതി. അത് ഞാനൊരു 4 മണിക്കൂറോളം കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ട് കേട്ടോ. ആ വെള്ളത്തിൽ തന്നെയാണ് ഞാൻ ഈ ഉഴുന്ന് അരച്ചെടുക്കുന്നത്. ഇനി ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഉഴുന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉഴുന്ന് അരക്കുമ്പോൾ ഒരിക്കലും മിക്സി ചൂടായി പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ കൂടുതലുണ്ട് വെച്ചെങ്കിൽ പിന്നെ മിക്സിയിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് അരക്കാൻ ബുദ്ധിമുട്ടുണ്ട് വെച്ചെങ്കിൽ 2 ബാച്ചായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കും ചെയ്യരുത്. നല്ല കട്ടിക്ക് തന്നെ അരച്ചെടുക്കണേ. അപ്പോൾ ഇതിൽ ഞാൻ വലിയ ജാറായതുകൊണ്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആ ജാറിലേക്ക് തന്നെ ഞാൻ 1/2 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് ചോറ് ചേർത്തി കൊടുക്കാം. അതും ഇട്ട് കൊടുത്തിട്ട് ഞാൻ ആ ഉഴുന്ന് അരിച്ചെടുത്തിൽ കുറച്ചും പാടെ വെള്ളമുണ്ട്, അതും പാടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചോറും ഉഴുന്നും ഒരുമിച്ചിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് പൊടി മിക്സിയിൽ അരക്കാതെ പിന്നെ ഉഴുന്നരിച്ചിയിൽ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ അത് മിക്സിയിലൊന്ന് ജസ്റ്റ് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഉഴുന്ന് കുതിർത്തിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അരിഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ വെള്ളം ഒരുപാട് ഒഴിക്കരുത്. അപ്പോൾ ഞാനൊരു 1/2 കപ്പും പാടെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടിയിൽ തന്നെ അരച്ചെടുക്കണം. നിങ്ങൾക്ക് മിക്സിയിൽ അരക്കാതെ പൊടി മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ അരച്ചെടുത്തിലേക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഇപ്പം തന്നെ ചേർത്തിയിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ മാവ് പൊങ്ങാനായിട്ട് വെക്കുന്നത്. ഇനി ഉലുവ ചേർത്തണം എന്നുള്ളവർക്ക് ഉഴുന്ന് കുതിരാനിടുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്തിയിട്ടും ഉണ്ടാക്കാം. അങ്ങനെ ഉപ്പ് ചേർത്തതിന് ശേഷം ഞാൻ കൈ വെച്ചിട്ട് തന്നെ നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ലവണ്ണം മിക്സ് ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കണേ. അങ്ങനെ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ കട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 10 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയണ്ടതന്നെയാവും. വൈകുന്നേരം അരച്ചെടുത്തിട്ട് രാവിലെ ചുട്ടെടുക്കുകയാണ്. ഞാനും അതുപോലെ തന്നെ ചെയ്തെടുക്കണേ. ഇനി നല്ല ടൈറ്റായിട്ടുള്ളൊരു മൂടി വെച്ചിട്ട് തന്നെ അടച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കാസറോൾക്ക് ഞാൻ അങ്ങനെയാണ് പൊതുവേ ചെയ്യാറുള്ളത്. കാസറോൾക്ക് നമ്മൾ ഈ മാവ് അരച്ച് പാത്രം ഇറക്കി വെക്കും. വലിയ കാസറോളാട്ടോ, അതിലേക്ക് ഇറക്കി വെക്കും. എന്നിട്ട് അടിച്ചു വെക്കും. അങ്ങനെ രാവിലെ നമ്മളെ മാവൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഒരുപാട് ഇട്ടിട്ട് കയ്യിലിട്ടിട്ട് ഇളക്കരുത്, അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ ഇതിൽ ബേക്കിംഗ് സോഡ ചേർക്കേണ്ടവർക്ക് ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ, ഞാൻ ചേർത്തണില്ല കേട്ടോ. ചേർത്താതെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അപ്പം ഞാൻ ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ ഞാനൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ മാവ് കോരി ഒഴിക്കുകയാണ്. അപ്പോൾ മാവ് കോരി ഒഴിക്കുമ്പോൾ ഒരുപാട് തട്ട് നിറയെ ഒഴിക്കരുത്. ജസ്റ്റ് ഒന്ന് പൊങ്ങി വരണ്ടല്ലേ. അപ്പോൾ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഞാനിതെല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരിക്കലും കൂടുതൽ സമയം ഇട്ടിട്ട് വേവിക്കരുത്. ഇഡ്ഡലിയൊക്കെ വേവാൻ ഒരു 10 മിനിറ്റിൽ തന്നെ നമുക്ക് റെഡിയായി കിട്ടും. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പാത്രത്തിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം തണുത്തതിന് ശേഷം മാത്രം ഇത് ഈ തട്ടിൽ നിന്ന് എടുക്കാവോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തട്ടിൽ നിന്ന് കിട്ടും. അങ്ങനെ ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം എത്രത്തോളം ഇത് സോഫ്റ്റ് ഉണ്ട് എന്ന് കേട്ടോ. അപ്പോൾ അത്രക്ക് സോഫ്റ്റ് തന്നെയാണ്. ഇത് കുറേ സമയം വെച്ചാലും സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ അരിപ്പൊടി വെച്ചിട്ട് ഇഡ്ഡലി തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.